ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബീരാനെ കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കിയ സച്ചി ബീരാനെയും കൂട്ടി ചന്ദ്രോദയത്തിലോട്ട് വരുവാണ്. അപ്പോൾ ഇതേ സമയം തന്നെ അവിടെ ചന്ദ്രനും രവീന്ദ്രനും തമ്മിൽ ഭയങ്കര ഡിസ്കഷൻ നടക്കുവാണ്. നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ അശോകന്റെ മോളെ നല്ലൊരു കുടുംബത്തിലോട്ട് കല്യാണം കഴിച്ചയച്ചു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എന്ത് നല്ല കുടുംബം, കാശൊന്നും ഇല്ലാത്തവരാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, കാശിലാണോ ചന്ദ്ര കാര്യം? അപ്പോൾ ചന്ദ്ര പറയും, പിന്നെ കാശിലല്ലേ കാര്യം, അതിൻ്റെ ഒരു അഭിമാനം വേറൊന്നും തന്നെയാ. ഇപ്പൊ നമ്മുടെ രണ്ട് മരുമക്കളും വർഷിനെ കണ്ടില്ലേ, അവൾ ഒരു കോടീശ്വരിയ. ശ്രുതിയുടെ കാര്യം പിന്നെ പറയണ്ട, മലേഷ്യയിലെ വലിയ ബിസിനസ്മാൻ്റെ മോള, കോടീശ്വരി. ഇങ്ങനെ നമ്മുടെ രണ്ട് മരുമക്കളും നല്ല കാശുള്ള കുടുംബത്തിലാവുന്നത് നമുക്കൊരു അഭിമാനമല്ലേ എന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, നമുക്കെന്ന് പറയണ്ട, നിനക്കെന്ന് പറ ചന്ദ്രേ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും വേർതിരിച്ച് കാണരുതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾക്ക് അല്ലെങ്കിലും ഞാൻ പറയുന്നതൊന്നും പിടിക്കില്ല, നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത് ഒരു പൂ കെട്ടുന്നവളെയാണല്ലോ. രവീന്ദ്രൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുവാണേ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ചന്ദ്രേ, കാശും പണവും ഒക്കെ ഇന്ന് വരും നാളെ പോവും, പക്ഷെ നല്ല ഗുണം അതൊരു മനുഷ്യല്ലേ എന്നേക്കുമായിട്ട് നിലനിൽക്കും. രേവതി ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതിൽ എനിക്ക് നല്ല അഭിമാനം തന്നെയാണെന്ന് രവീന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഓരോന്നും പറഞ്ഞിങ്ങനെ തർക്കിച്ചിരിക്കുന്ന ടൈമിലാണ് സച്ചി രേവതിയും കൂടി കടന്നു വരുന്നത്. സുധി വരുമ്പോൾ തന്നെ രവീന്ദ്രനോടായിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ പാലറട്ടത്തെയും സുധിയൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും അവർ മുറിയിലുണ്ടെന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി ഒച്ചത്തി വിളിക്കുവാണ്, എടാ സുധി ഇങ്ങോട്ടേക്ക് വാടാന്ന് പറയുവാണേ. അപ്പോഴേക്കും ശ്രീകാന്തും വർഷ എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അവർ റിസോർട്ടിലോട്ട് പോയത് സച്ചിയേട്ടൻ മറന്നു എന്ന് ചോദിക്കുവാണേ. അപ്പോൾ സച്ചി പറയും, ഹോ അത് ശരിയാണല്ലോ, എന്നാൽ ശരി ഉള്ളവർ മതി, ഇന്നിവിടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് ചെയ്യാനുണ്ടെന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും സൂതി മുറിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട്, എന്താടാ സച്ചി, എന്തിനാ മനുഷ്യൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ടൊന്ന് ഷോറൂമിൽ പോകാമെന്ന് വെച്ചപ്പോഴേക്കും അപ്പോൾ ചന്ദ്ര പറയും, നീ പോയി റെസ്റ്റ് എടുക്ക് സൂതി, അവനെ വട്ട, അവനിങ്ങനെ വെറുതെ ഒരു കാര്യമില്ലാതെ എല്ലാവരെയും ഹോളിൽ ഒന്നിച്ച് വിളിച്ചിരുത്തും എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പോഴേക്കും, അങ്ങനെ സച്ചി ഒന്നുമില്ലാതെ എല്ലാവരും ഇങ്ങനെ വിളിച്ചിരുത്തത്തില്ല, അവൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇന്നിവിടെ ചിലവരുടെ മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീഴും എന്ന് പറയുവാണ്. മുഖംമൂടി അഴിഞ്ഞു വീഴുന്നോ, ഇവൻ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നതെന്ന് സുധി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ സച്ചി നീ എന്താ ഈ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് ഈ വീട്ടിലൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കാൻ പോവാണെന്ന്, ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു മുഖ്യ അതിഥി വന്നെത്തിയിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രനെ വീണ്ടും കൺഫ്യൂഷൻ ആവുകയാണ്. ചന്ദ്രക്കും അതെ ഒന്നും മനസ്സിലാവാതെ എല്ലാവരും അങ്ങനെ ഇരിക്കുവാണ്. സച്ചി നീ എന്താന്ന് പറഞ്ഞ കാര്യം തെളിയിച്ച് പറയാമെന്ന് രവീന്ദ്രൻ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ആ മുഖ്യ അതിഥി സംസാരിക്കുന്നതായിരിക്കും. രേവതി എവിടെ ഇളയച്ചെന്ന് ചോദിക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, പുറത്ത് നിൽപ്പുണ്ടെന്ന് പറയും. അപ്പോൾ രവീന്ദ്രൻ വീണ്ടും ചോദിക്കും, ഇളയച്ചനോ, ഏത് ഇളയച്ചൻ, അതൊക്കെ ഉണ്ട്, അച്ഛൻ കണ്ടോ, ഇളയച്ച ഇളയച്ച എന്ന് പറഞ്ഞ ഒച്ചത്തി വിളിക്കുവാണ് സച്ചി. അപ്പോഴേക്കും നമ്മുടെ ബീരാൻ ഇങ്ങനെ അകത്തോട്ട് പയ്യെ കയറി പേടിച്ച് വരണ്ട് ഇങ്ങനെ കയറി വരുവാണ്. ബീരാനെ കാണുന്നതും ശ്രുതി അങ്ങ് ഇല്ലാണ്ടാവുകയാണ് കേട്ടോ. ശ്രുതിക്കും ടെൻഷൻ കയറി കയറി വരുവാണ്. ചന്ദ്രയും ശ്രുതിയും സന്തോഷം കൊണ്ട് തുള്ളുവാണ്. ഇത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ലേ, ഇളയച്ചൻ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വാ അകത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കര സന്തോഷത്തിൽ ഇളയച്ചൻ അകത്തോട്ട് സ്വീകരിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, ശ്രുതി ഇളയച്ചൻ വരുന്ന കാര്യം നീ പറഞ്ഞതുപോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതിനെ എനിക്കും അറിയില്ലായിരുന്നു ശ്രുതി എന്ന് പറയുവാണ്. ഓ സർപ്രൈസ് ആയിട്ട് വന്നതായിരിക്കും അല്ലേ ഇളയച്ചൻ, നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണ കാര്യം ശ്രുതി പറഞ്ഞായിരുന്നല്ലേ, അതിനുള്ള കാശുമായിട്ട് വന്നതായിരിക്കും എന്ന് ശ്രുതി പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഒന്നുകൂടെ സന്തോഷമാവാണ്. കാശുമായിട്ടാണല്ലോ ഇളയച്ചൻ വന്നിരിക്കുന്നത്. ചന്ദ്ര ഒന്നുകൂടെ നല്ലോണം സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ എന്ന് പറയുന്ന ബീരാനിക്കയാണെങ്കിൽ ആരുടെ മുഖത്തും നോക്കാതെ പേടിച്ച് വിരണ്ട് തലയും കുമ്പിട്ട് അകത്തോട്ട് കയറിപ്പോയി ഇരിക്കുവാണ്. മലേഷ്യയിൽ നിന്നും എപ്പോൾ എത്തിയെന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും ബീരാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പരിങ്ങി നിൽക്കുവാണ്. ശ്രുതിക്ക് അതിൻ്റെ അപ്പുറത്തെ ടെൻഷനാണ് കേട്ടോ, കാരണം ഇങ്ങനൊരു സീൻ ശ്രുതി പ്രതീക്ഷിച്ചതേ അല്ലല്ലോ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതിയുടെ അച്ഛനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല, അദ്ദേഹം നമ്മളെ വിട്ടുപോയി, ഇനി അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത് ശ്രുതിയുടെ ഈ ഇളയച്ചന, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ വാന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ചന്ദ്ര വീണ്ടും ആ കേസിൻ്റെ കാര്യമൊക്കെ ചോദിക്കുവാണേ. അവിടെ മലേഷ്യയിൽ നടക്കുന്ന കേസിൻ്റെ കാര്യം എന്തായി, ശ്രുതിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ബീരാൻ എന്തു പറയണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണ്. സച്ചി രേവതിയും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ചിരിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആ വിഷയം മാറ്റിവിടാൻ നോക്കുവാണ്. അല്ല ഇളയച്ച, വരുന്ന കാര്യം എന്നോട് പറഞ്ഞു പോലും ഇല്ലല്ലോ, ഇളയച്ചൻ എന്താ പെട്ടെന്ന് വരാൻ കാരണം എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞങ്ങളെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് വെച്ച് ഇളയച്ചനെ കണ്ടു, അപ്പോൾ കയ്യോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ദേഷ്യത്തിൽ സച്ചിയെ നോക്കുവാണ്.
എന്നിട്ട് പറയുന്നുണ്ട്, ഇളയച്ചൻ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്നതായിരിക്കും. ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇളയച്ചൻ തന്നെ തന്നെത്താനെ വരൂലേ? സച്ചി എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നത്? ഈ സച്ചിക്ക് ഏത് നേരത്തെ എന്ത് ചെയ്യണമെന്ന് ഒരു വിചാരവും ഇല്ല എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഏത് നേരത്തെ എന്ത് ചെയ്യണം എന്നൊക്കെ നല്ലതുപോലെ അറിയാമെന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി നല്ല ചീത്ത പറയുന്നുണ്ട് രേവതിയെ. എൻ്റെ വിഷയത്തിൽ ഇടപെടരുതെന്ന് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? അങ്കിൾ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വന്നതാണോ എന്നൊക്കെ ശ്രുതി വീണ്ടും ചോദിക്കുവാണ് ഇളയച്ചനോട്. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ടേ, പാലറിടത്തി ഇങ്ങനെ ഇളയച്ച ഇളയച്ച എന്ന് വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഈ ഇളയച്ചൻ വേറൊരാളുടെ മാമനും കൂടിയാന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, വേറൊരാളുടെ മാമനോ? ആരുടെ മാമൻ? അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, നമ്മുടെ അശോകൻ അങ്കിളുടെ മോളില്ലേ മാളുവിനെ കെട്ടിയ പയ്യൻ ഫെബിൻ്റെ മാമനാണ് ഈ ഇരിക്കുന്ന ഇളയച്ചൻ എന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് ഇങ്ങനെ ടെൻഷൻ കയറി വരുവാണ്. സച്ചി സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് ശ്രുതി തിരിച്ചറിയുവാണ് കേട്ടോ. ചന്ദ്രക്കും ശ്രുതിക്കും രവീന്ദ്രനും ഒക്കെ ഇത് ഭയങ്കര ഷോക്കാവുകയാണ്. ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ടേ. ചന്ദ്ര പറയുന്നുണ്ട്, ഇവൻ എന്താ വട്ടായോ? നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ എങ്ങനെയാ ഫെബിൻ്റെ മാമനാവുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ, സച്ചിയേട്ടൻ പറയുന്നത് സത്യ. അച്ഛാ, അശോകൻ അങ്കിള് നമുക്ക് ഫെബിൻ്റെ മാമനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നില്ലേ? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഹാ മോളെ, അയാളെ പരിചയപ്പെടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ കാണാൻ കൂടി സാധിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ ഇരിക്കുന്ന ഫെബിൻ്റെ മാമനാണച്ചാ ഈ ഇരിക്കുന്ന ഇളയച്ചൻ എന്ന് പറഞ്ഞ് വീണ്ടും കാണിച്ചു കൊടുക്കുവാണ് സച്ചി. ആർക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? ഇറങ്ങാൻ നേരത്താണ് ഞങ്ങൾ ഈ നിൽക്കുന്ന ഇളയച്ചനെ കണ്ടത്, അപ്പോൾ കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പറയുവാണ് സച്ചി. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ശ്രുതിയുടെ റിലേഷനാണോ ഈ ഫെബിൻ്റെ ഫാമിലി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, അയ്യോ എൻ്റെ അച്ഛനിങ്ങനെ നേരെ വഴിക്ക് മാത്രമേ ചിന്തിക്കാൻ അറിയത്തുള്ളൂ. അപ്പോഴേക്കും ശ്രുതി എങ്ങനെയെങ്കിലും വീണ്ടും ഈ വിഷയം ഒന്ന് മാറ്റിവിടാൻ നോക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ, ഈ സച്ചി എന്താ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത്? ഇതെൻ്റെ ഇളയച്ചനെ മനഃപൂർവ്വം നാണം കെടുത്താനുള്ള പരിപാടിയാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അത് ശരിയാ മോളെ. എങ്ങനെയാ ശ്രുതിയുടെ ഇളയച്ചൻ എങ്ങനെയാ ഫെബിൻ്റെ മാമനാവുന്നത്? ശ്രുതിയുടെ ഇളയച്ചൻ മലേഷ്യയിൽ നിന്നും വന്നിരിക്കുവല്ലേ, അവിടെ ബിസിനസ് നടത്തുവാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അവിടുത്തെ വലിയ ബിസിനസ്മാനാ, ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഒക്കെയാണ് നടത്തുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അതെ, വലിയ ബിസിനസ്മാനാ, വെട്ടൊന്ന് തുണ്ട് രണ്ട്, അതാണ് ബിസിനസ്സിൻ്റെ രീതി എന്ന് പറഞ്ഞിട്ട് സച്ചി ബീരാനെ നോക്കുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി, നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, നീ ഒന്ന് തെളിച്ച് പറ സച്ചി എന്ന് പറയുവാണ്. സച്ചി പറയാൻ തുടങ്ങുമ്പോഴേക്കും ശ്രുതി വീണ്ടും ഇടയിൽ കയറുവാണ്. ഈ സച്ചി ഇളയച്ചൻ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തോരം തിരക്കുള്ള മനുഷ്യന്, ഏതെങ്കിലും ഹോട്ടലിലാണ് ഇളയച്ചൻ താമസിക്കുന്നത്, വാ നമുക്ക് ഹോട്ടലിൽ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇളയച്ചനെയും കൂട്ടി പുറത്തോട്ട് പോകാൻ പോകുമ്പോഴേക്കും സച്ചി തടയുവാണ്. പാലറിടത്തി എങ്ങോട്ട് പോവാ? സംസാരിക്കാനുള്ളതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് സംസാരിച്ച് തീർക്കാം എന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്താ ഇവൻ ഈ കാണിച്ചു കൂട്ടുന്നത്? ഇത് ശ്രുതിയുടെ ഇളയച്ചനെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണെന്ന് ചന്ദ്ര വീണ്ടും പറയുവാണ്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി, നീ ഇനിയെങ്കിലും എല്ലാ കാര്യവും മനസ്സിലാവുന്ന വിധത്തിൽ പറ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുവാണ്, അച്ഛാ, ഇയാളുടെ നാട് മലേഷ്യയോ സിംഗപ്പൂരോ ഒന്നുമല്ല, ഇയാൾ നമ്മുടെ നാട്ടുകാരനാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ നാട്ടുകാരനല്ലാതെ ഇവിടെ നിന്ന് മലേഷ്യയിലോട്ട് പോയി സെറ്റിലായതാണ് ഇളയച്ചൻ എന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചി പറയും, എൻ്റെ ശ്രുതി, നീ ഇടയിൽ കയറി സംസാരിക്കല്ലേ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇയാൾ മലേഷ്യയിലോ സിംഗപ്പൂരിലോ ഒന്നും പോയിട്ടില്ല, പാസ്പോർട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്കും ചന്ദ്രക്കും രവീന്ദ്രനൊക്കെ ഭയങ്കര ഷോക്കാവുകയാണ്. അവരൊക്കെ ബീരാനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. അപ്പോൾ ബീരാൻ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇവൻ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കുടിച്ചിട്ട് വായെ തോന്നിയതൊക്കെ വിളിച്ചു പറയുവാന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ കുടിച്ചിട്ടൊന്നുമില്ല, നല്ല വ്യക്തമായിട്ട് കറക്റ്റായിട്ട് തന്നെ ആ കാര്യങ്ങൾ പറയുവാന്ന് പറയുന്നുണ്ട് രേവതി. അപ്പോഴേക്കും ചന്ദ്ര പറയും, എന്ത് കറക്റ്റായിട്ട് പറയുന്നുവെന്ന്? രവിയേട്ടാ, അന്ന് അശോകൻ എന്താ പറഞ്ഞത്? അശോകൻ്റെ മോളെ കിട്ടുന്ന ഫെബിൻ്റെ മാമന് ഇറച്ചിക്കടയാണെന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ശരിയാ, ഇറച്ചിക്കടയാണെന്നാ പറഞ്ഞത്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ഛാ, ആ ഇറച്ചിക്കട നടത്തുന്ന ഫെബിൻ്റെ മാമനാണ് ഈ ഇരിക്കുന്ന ബീരാനിക്ക എന്ന് പറയുവാണ് രേവതി. എന്താടി നീ പറയുന്നത്? ശ്രുതിയുടെ ഇളയച്ചനെ ഇറച്ചിക്കടയാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചൂടാവുകയാണ് രേവതിയോട്. ഇത് ഇദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇവൾ ഈ പറയുന്നതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര രവീന്ദ്രനോടായിട്ട് പറയുന്നുണ്ട്, രവിയേട്ടാ, ഇവരോട് ഇപ്പോൾ തന്നെ ഇത് നിർത്താൻ പറയാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, സച്ചി, ഇത് തമാശ കളിക്കാനുള്ള വിഷയമൊന്നും അല്ലട്ടാ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അച്ഛാ, ഞാൻ തമാശ കളിക്കുമെന്നല്ല, ശരിക്കും ഇങ്ങേർക്ക് ഇറച്ചിക്കട
ചന്ദ്രയാന്ന് പറയുവാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതെ അച്ഛാ, അന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയില്ലേ ചിക്കൻ മേടിച്ചിട്ട്, അപ്പോൾ ആ ചിക്കൻ ബിരിയാണി സൂപ്പറാണെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നില്ലേ, അന്ന് ആ ചിക്കൻ മേടിച്ചത് ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നാണ്. പക്ഷേ ഇയാളെ എനിക്കന്ന് കാണാൻ പറ്റിയില്ല, മുഖം മൊത്തം മൂടിയിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിരിക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ രണ്ടുപേരും എന്തോ വട്ടായോ, നിങ്ങൾക്ക് വായ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, വട്ട് ഞങ്ങൾക്കല്ലടാ, നിനക്കാ, നിന്നെ വട്ടാക്കി വെച്ചിരിക്കുന്നത് ഈ പാലറേട്ടത്തിയാന്ന് പറയുന്നുണ്ട്. ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല ശ്രുതിക്ക്. ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ തലയൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെ, എന്താ ഇവിടെ നടക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അയ്യോ അമ്മേ, ഇപ്പോഴിങ്ങനെ തല പൊട്ടി തെറിപ്പിക്കല്ലേ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി കേക്ക്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നറിയാവോ? ജയരാജ്. പക്ഷെ ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നത് ബീരാനിക്ക എന്നാണ്. ഇദ്ദേഹം വലിയ നാടക നടന, സിനിമയിലും മുഖം കാണിച്ചിട്ടുണ്ട്. ആ സിനിമയിലെ പേരാ നാട്ടുകാർ ഇദ്ദേഹത്തെ ഇപ്പോഴും വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ബീരാനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് സച്ചി. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ് ഈ വാർത്ത കേട്ടിട്ട്. ഇദ്ദേഹത്തിന് ഇറച്ചിക്കടയാ ഉള്ളത്, നാട്ടിൽ മൊത്തം ഫേമസാ ഇദ്ദേഹത്തിൻ്റെ ഇറച്ചിക്കട എന്നൊക്കെ പറഞ്ഞ് സച്ചി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ബീരാനിക്ക, ഇനിയെങ്കിലും ആ സത്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞൂടെ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും രേവതിയും ബീരാനോടായിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാൾ നിങ്ങളൊരു കുടുംബത്തെ മൊത്തം പറ്റിക്കുമായിരുന്നു, ഇനിയെങ്കിലും സത്യങ്ങൾ പറയാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബീരാൻ പയ്യെ എഴുന്നേറ്റ് നിന്ന് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിന്ന് പൊട്ടിക്കരയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനൊന്നും അല്ല എന്ന് ബീരാൻ്റെ വായിൽ നിന്ന് തന്നെ വീഴുമ്പോഴേക്കും ചന്ദ്രക്ക് അത് ഭയങ്കര ഷോക്കാവാണ്. ഷോക്ക് മാത്രമല്ല, ചന്ദ്രക്ക് അങ്ങോട്ട് ദേഷ്യം കയറുവാണ്. ചന്ദ്ര ഇങ്ങനെ നല്ല കലിപ്പിൽ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. പിന്നെയുള്ള ഭാഗങ്ങളിൽ മൊത്തം ശ്രുതി ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ട് നിൽക്കുവാണേ. ബീരാൻ വീണ്ടും പറഞ്ഞു തുടങ്ങുന്നുണ്ട്, സച്ചിൻ രേവതിയും പറഞ്ഞതൊക്കെ സത്യമാണ്, ഞാൻ മലേഷ്യയിൽ നിന്നൊന്നുമല്ല വന്നിരിക്കുന്നത്, ശ്രുതിയുടെ ഇളയച്ചനുമല്ല, എൻ്റെ പേര് ജയരാജൻ എന്നാണ്, എനിക്ക് ഇറച്ചിക്കടയാണ്, ഞാൻ ഇറച്ചിക്കടയാണ് നടത്തുന്നതെന്ന് എല്ലാ സത്യങ്ങളും നമ്മുടെ ജയരാജൻ എല്ലാവർക്കും മുമ്പിലും തുറന്നു പറയുമ്പോഴേക്കും ശ്രുതി അങ്ങ് ഇല്ലാണ്ടാവുകയാണ്. ചന്ദ്രയാണെങ്കിൽ നല്ല ദേഷ്യം വന്ന് കലി കയറി നിൽക്കുവാണ്. ശ്രുതി അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, അല്ല മോനെ, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനൊന്നുമല്ല, ഞാൻ മലേഷ്യയിൽ നിന്നൊന്നുമല്ല വന്നത്, ഞാനിങ്ങനെ നാടകങ്ങളിലും സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്, നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ മുഖം കാണിക്കാൻ ചാൻസ് അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞാൻ, ശ്രുതിയുടെ കൂട്ടുകാരി മീരയെ എനിക്ക് നല്ല പരിചയമാണ്, അപ്പോൾ അവൾ ഇങ്ങനെ സിനിമയിൽ ചാൻസ് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ ബീരാൻ പറയുവാണേ. ഇത് കേൾക്കുമ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഷോക്കാവുകയാണ്. ശ്രുതി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.